കണ്ണൻ ഒരു ജില്ലാ പ്രസിഡന്റ് അപ്പുറമായിട്ട് ഞങ്ങൾക്കൊരു എന്തൊരു പറയുന്നത് ഒരു സഹോദര തുല്യനായിരുന്നു. കാരണം വൈകാരികമായ ഒരു ബന്ധം കണ്ണനോടൊപ്പം ഞങ്ങൾക്കുണ്ടായിരുന്നു. അടൂർ മത്സരിച്ചപ്പോഴും അതിന് തുച്ഛമായ വോട്ടിനാണ് കണ്ണൻ തോറ്റത്. ആ തോറ്റ വെച്ചാൽ 1600-2000 വോട്ടിനെങ്ങാണ്ട് ആ കണ്ണൻ തോറ്റത്. ഒരു നിർഭാഗ്യവശാൽ ഈ പ്രാവശ്യം മത്സരിച്ചെങ്കിൽ ഉറപ്പായിട്ട് അത് കണ്ണന് കിട്ടിയേനെ. ഇല്ലായ്മയിൽ നിന്നും പടപൊരുതിയാണ് കണ്ണൻ ഈ രംഗത്തേക്ക് വരുന്നത്. അപ്പം ഒരു മനുഷ്യൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കടബാധകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരാളാണ് കണ്ണൻ. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങി നേതാക്കളൊക്കെ തന്നെ അവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കണ്ണീരോടെയാണ് MG കണ്ണന് ഏവരും വിട നൽകിയത്. അകാലത്തിൽ പൊലിഞ്ഞ കോൺഗ്രസ് നേതാവ് MG കണ്ണന് നാടിൻ്റെ അന്ത്യാഞ്ജലി. നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി, അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നത്. അടൂർ പൊതുശ്മശാനത്തിൽ നിരവധി ആളുകൾ, സഭാ മേലധ്യക്ഷന്മാരുൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിച്ചേർന്നിരുന്നു. അത്രയ്ക്കും വികാരനിർഭരമായാണ് അദ്ദേഹത്തിനെ യാത്രയാക്കിയത്. പത്തനംതിട്ട DCCയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരവെയാണ് പക്ഷാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തിനെ ശനിയാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് ഞായറാഴ്ച ഇന്നലെ 11:30 പരുമല സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഓടി നടന്നിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. സാധാരണ ഒരു KSU പ്രവർത്തകനിൽ നിന്നും തുടങ്ങി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും പിന്നീട് കോൺഗ്രസിൻ്റെ തന്നെ പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അടൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രവർത്തിക്കുകയും വിജയത്തോടടുത്ത് വന്നിരുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. അങ്ങനെ നാടിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്കായി ഓടി ഇറങ്ങി നടന്നിരുന്ന ജനപ്രതിനിധിയായ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് എത്തിയിരുന്നത്. ഞാൻ MG കണ്ണനോടൊപ്പം ജില്ലാ പ്രസിഡന്റ് 2 പ്രാവശ്യം ഇരുന്നപ്പോൾ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാളാണ്. മണ്ഡലം സെക്രട്ടറിയായിട്ടും ജില്ലാ സെക്രട്ടറിയായിട്ടും സംസ്ഥാന സെക്രട്ടറിയായിട്ടും കണ്ണനോട് പ്രവർത്തിച്ച ഒരാളാണ്. കണ്ണൻ ഒരു ജില്ലാ പ്രസിഡന്റ് അപ്പുറമായിട്ട് ഞങ്ങൾക്കൊരു എന്തൊരു പറയുന്നത് ഒരു സഹോദര തുല്യനായിരുന്നു. കാരണം വൈകാരികമായ ഒരു ബന്ധം കണ്ണനോടൊപ്പം ഞങ്ങൾക്കുണ്ടായിരുന്നു. കൃത്യമായ ചിട്ടയോടുകൂടിയും ആസൂത്രിതമായ പരിപാടികളാണ് എപ്പോഴും കണ്ണം വ്യത്യസ്തമായ പരിപാടി നമ്മൾ നോക്കി കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോൾ കരിങ്കൊടി കാണിക്കലാണെങ്കിലും ശരി, ഏത് പ്രോഗ്രാം എടുത്താൽ അതിനൊരു വ്യത്യസ്തത കണ്ടുപിടിക്കാൻ കണ്ണന് കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൻ്റെ വിയോഗം ഈ പാർട്ടിക്ക് വളരെയേറെ നഷ്ടമാണ്. ഒപ്പം ഒരു കൂടപ്പറപ്പ് എന്നുള്ള രീതിയിൽ വളരെ ദുഃഖം ഉണ്ട്. ഒപ്പം കുടുംബത്തോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കാരണം ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് എല്ലാവരുടെ സ്നേഹം പിടിച്ചു വാങ്ങി അതായത് മണ്ഡലം പ്രസിഡൻ്റായി, പിന്നീട് നിയോജക മണ്ഡലം പ്രസിഡൻ്റായി, 2 പ്രാവശ്യം ജില്ലാ പ്രസിഡൻ്റായി, ഒപ്പം തന്നെ പാർലമെൻ്ററി രംഗത്തും 2 പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് അംഗം, പഞ്ചായത്ത് മെമ്പർ എന്നീ നിലകൾ 2 രീതിയിലും, അതായത് പാർലമെൻ്റ് രംഗത്തും പാർട്ടി ലെവലിലും കണ്ണൻ പ്രവർത്തിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായും ചിട്ടയോടും കൂടി നടത്തുന്ന ഒരാളെന്നുള്ള രീതിയിൽ വളരെ പലപ്പോഴും നമുക്കൊരു ബഹുമാനം തോന്നുന്ന ഒരാളാണ് കണ്ണന്. പിന്നീട് അടൂർ മത്സരിച്ചപ്പോഴും അതിന് തുച്ഛമായ വോട്ടിനാണ് കണ്ണൻ തോറ്റത്. ആ തോറ്റ വെച്ചാൽ 1600-2000 വോട്ടിനെങ്ങാണ്ട് ആ കണ്ണൻ തോറ്റത്. ഒരു നിർഭാഗ്യവശാൽ ഈ പ്രാവശ്യം മത്സരിച്ചെങ്കിൽ ഉറപ്പായിട്ട് അത് കണ്ണന് കിട്ടിയേനെ. പക്ഷേ അടൂരിൽ എപ്പോഴും സജീവ സാന്നിധ്യമായിരുന്നു കണ്ണൻ. അവിടുത്തെ കല്യാണങ്ങൾക്കാണെങ്കിലും ശരി, മരണങ്ങൾക്കാണെങ്കിലും ശരി, ഞാൻ കണ്ണനോടൊപ്പം ഉള്ള ഒരു അനുഭവം കൂടെ പങ്കുവെച്ചു. കാരണം ഒരു കുഞ്ഞിന് അവിടെ വീട് ജപ്തി ചെയ്ത് ഭീഷണി ഉണ്ടായ സമയത്ത് ആ കടം വീട്ടി പ്രമാണം കൊടുക്കാൻ ഞാൻ കണ്ണനോടൊപ്പം അവിടെ പോയിട്ടുണ്ട്. പിന്നെ പലരുടെയും വീടുകൾ ഇല്ലാത്തവരുടെ വീടുകൾ വെച്ച് കൊടുക്കുന്നതിനും പിന്നെ കുട്ടികൾക്ക് സഹായങ്ങൾ, പഠിക്കുന്ന സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ കണ്ണൻ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിലാണ് ആ ഫീലിംഗ് കണ്ണൻ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. കാരണം ഇല്ലായ്മയിൽ നിന്നും പടപൊരുതിയാണ് കണ്ണൻ ഈ രംഗത്തേക്ക് വരുന്നത്. അപ്പം ഒരു മനുഷ്യൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കടബാധകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരാളാണ് കണ്ണൻ. ഒരു പാർലമെൻറ്റ് രംഗത്ത് അല്ലെങ്കിൽ നിയമസഭയ്ക്കകത്ത് വന്നാൽ തന്നെ ഒരു സ്വന്തം സമുദായത്തോടൊരു പ്രതിബദ്ധതയുള്ള ഒരാളാണ്. കാരണം ദളിത് കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. ദളിത് മേഖലയിൽ അയാൾ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ്. സ്വന്തം സമുദായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ആ സമുദായങ്ങൾക്കൊക്കെ കണ്ണനോട് കാണിക്കുന്ന ഒരു സ്നേഹം, ഒരു പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ കണ്ണൻ്റെ സമുദായങ്ങളൊക്കെ
കൂടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണനെ പറ്റി ചോദിക്കുമ്പോഴേക്കും കണ്ണൻ ചേട്ടൻ നല്ലത്, ഒന്നും പാവം പിടിച്ച വീട്ടിൽ നിന്ന് വളർന്നു വന്ന കണ്ണൻ ചേട്ടനാണെന്നൊക്കെ ഉള്ള അവരുടെ ഒരു അതും വൈകാരികമായിട്ടാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. കണ്ണനെ പറ്റി ഈ മരിച്ചതിന് ശേഷമല്ല, മരിച്ചതിന് മുമ്പ് പോലും കണ്ണൻ ഉണ്ടാക്കിയെടുത്ത എന്തൊരു പറയുന്ന ഒരു വ്യക്തിത്വം, അതിനെ ഇനി മറിച്ച് വെക്കാൻ ഇനിയും പത്തനംതിട്ട ജില്ലയിൽ ഒരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. അതായത് പാർട്ടിക്ക് തീരാ നഷ്ടം തന്നെയാണ്. ഇനി അങ്ങോളം പോകാനുള്ള ഒരാളാണ്. ഈ 42 വയസ്സിനുള്ളിൽ ഇത്രയും സ്ഥാനങ്ങളിൽ അലങ്കരിച്ചു കൃത്യമായ രീതിയിൽ പ്ലാനിങ്ങോട് മുമ്പോട്ട് പോയിട്ടുണ്ടോ എങ്കിൽ പോലും ഇനിയും അങ്ങോട്ടുള്ള ദൂരം അയാൾ പാർട്ടിയുടെ പല സ്ഥാനങ്ങളിലേക്കും എത്തപ്പെടേണ്ട ഒരാളാണ്. ഒരുപക്ഷെ ഒരു MLA ആയിരുന്നെങ്കിൽ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരുന്നത്. തീർച്ചയായിട്ടും ഇല്ലായ്മയിൽ നിന്ന് വളരുന്ന ഒരു നേതാവ് അതെങ്ങനെ അവൻ്റെ മനസ്സിനുള്ളിൽ ആ ഇല്ലായ്മ എപ്പോഴും അത് ഫീൽ ചെയ്യും. അതിപ്പം ഒരു വണ്ടിക്കൂലി ഇല്ലാത്തതിൻ്റെ വിഷയം വന്നാൽ, പഠിക്കത്തിൽ ബുക്കില്ലാത്തതിൻ്റെ വിഷയം വരുമ്പോൾ, ഒരു വീടില്ലാത്തതിൻ്റെ വിഷയം വരുമ്പോൾ, അതില്ലാത്തവന് അത് ഇങ്ങനെ തട്ടിക്കിടക്കും. അത് ഒരു MLA ആകുന്നതിന് ശരി, ഒരു പഞ്ചായത്ത് മെമ്പറായ ശരിയെപ്പോലും അത് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഒരു പൊതുപ്രവർത്തനമാണ്. പ്രത്യേകിച്ച് ഈ പൊതുമേഖല അതായത് പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ ആർദ്രഹൃദയമുള്ളവരാണല്ലോ ഇതിനകത്ത് നിൽക്കുന്നത്. ഇത്രയും വിഷയങ്ങളുണ്ടെങ്കിൽ പോലും, അതായത് പ്രയാസങ്ങൾ, മോന് ആണ്ട് അർബുദബാധിതനായിരുന്നു, ഇത്രയും പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും എല്ലാവരുടെ മുന്നിൽ ചിരിച്ച് കളിച്ച് വളരെ പ്ലാനിങ്ങോടുകൂടി പ്രവർത്തന രംഗത്ത് മുന്നിട്ട് നിൽക്കുക എന്ന് പറയുന്നുണ്ടാകുന്ന മാനസിക ബലം, അതെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഒരാൾക്കും ഉണ്ടാകത്തില്ല. അത്ര പവർഫുള്ളായിരുന്നു. പിന്നെ പെട്ടെന്നുണ്ടായ ഒരു വിയോഗമാണ്. ആ വിയോഗം എങ്ങനെ കണ്ണൻ ഇത് പറ്റിയെന്നുള്ള ആ ഒരു ചിന്തയാണ് ഇപ്പോഴും കൂടെ സഹപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഞങ്ങളിപ്പോഴും വളരെ വിഷമത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പത്തനംതിട്ട DCC ഓഫീസിൽ പൊതുദർശനത്തിനായി മൃതശരീരം എത്തിച്ചപ്പോൾ നൂറുകണക്കിന് ആളുകൾ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് പ്രവർത്തകരൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഈ DCC ഓഫീസിലേക്ക് കയറ്റിയത്. പിന്നീട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നു. ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു വേർപാടാണ് പ്രിയപ്പെട്ട ശ്രീ MG കണ്ണൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള വേർപാട് നമ്മളെല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തുന്നു. നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ വളരെ സജീവമായി നിലനിന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിലൊക്കെ അമ്പലത്തിലെ പരിപാടിക്കൊക്കെ അതോടൊപ്പം മറ്റ് ഒരുപാട് അവസരങ്ങളിൽ ഇടപെട്ടതോ ജനകീയനായിട്ടുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും വലിയ വിഷമകരമാണ്, സങ്കടകരമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരോട്, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരോടും എല്ലാവിധമായിട്ടുള്ള അനുശോചനത്തിൽ അറിയിച്ചുകൊണ്ട്, ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ബഹുമാന്യനായിരുന്ന ശ്രീ MG കണ്ണൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങി നേതാക്കളൊക്കെ തന്നെ അവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പിന്നീട് ഇവിടുത്തെ പൊതുദർശനത്തിന് ശേഷമാണ് മൃതശരീരം വഹിച്ചുകൊണ്ട് വിലാപയാത്രയായി അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായ മാത്തൂരിലേക്ക് പോയത്. വൈകുന്നേരത്തോടെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുകയായിരുന്നു. ആ ഒരു നാടിന് തന്നെ തീരാ നൊമ്പരമായി മാറുകയാണ് 42 വയസ്സുകാരനായ ജനങ്ങളുടെയൊക്കെ എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും ഓടി നടന്ന MG കണ്ണൻ എന്ന യുവ രാഷ്ട്രീയ നേതാവിൻ്റെ വിയോഗം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. സാധാരണ ഒരു കുടുംബത്തിൽ നിന്നും ഇത്രയധികം വളർന്നു വന്ന് പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിലെത്തുന്നു. ഒപ്പം ഒരു MLA ആയി, അത് ഈ നാടൊക്കെ സ്വപ്നം കണ്ടതാണ്. അദ്ദേഹം ഒരു അടൂർ MLA ആയി മാറേണ്ടതാണ്. അതിനൊരു തെളിവാണ്. അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷവും അടൂർ മണ്ഡലമൊക്കെ കേന്ദ്രീകരിച്ച് അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുമായിരുന്നു. നാടിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കുമൊക്കെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്കും ഒന്നും അദ്ദേഹത്തിനെ മറക്കാൻ കഴിയുന്നില്ല. അത്തരത്തിൽ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു നേതാവിനെയാണ് പെട്ടെന്ന് നഷ്ടമായത്. അതിപ്പോഴും അദ്ദേഹത്തിന് ഈ സമരമുഖങ്ങളിലൊക്കെ അദ്ദേഹം മുന്നിൽ നിന്ന് തന്നെ പോരാടുന്ന ഒരു പാരമ്പര്യമുണ്ട് ഈ MG കണ്ണൻ. അങ്ങനെ തങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത് എല്ലാവർക്കും മാതൃകയാക്കേണ്ട ഒരു യുവ നേതാവിനെ കൂടിയാണെന്നാണ് ഈ പാർട്ടി പ്രവർത്തകരൊക്കെ പറയുന്നത്. ഏതായാലും MG കണ്ണന് ഇപ്പോൾ നാട് അന്ത്യാഞ്ജലി നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അവസാനമായി യാത്രയാക്കിയിരിക്കുകയാണ്. കണ്ണീരോടെയാണ് MG കണ്ണന് ഏവരും വിട നൽകിയത്. ക്യാമറ മജീദിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.